എല്ലാവർക്കും നമസ്കാരം. ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യാൻ വിട്ടുപോവുകയോ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തത് അടയ്ക്കാനോ അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റ് ഓഫ് ടി ഡി എസ് അറിയാതെ കണ്ട് അടച്ചു പോകുന്ന സിറ്റുവേഷൻസിൽ 201(1) സെക്ഷൻ പ്രകാരം 1961 ആക്ടിലെ അസസീൻ ഡിഫോൾട്ടായിട്ട് മാറും. ആ അസസീൻ ഡിഫോൾട്ടായിട്ടുണ്ടാകുന്ന ആൾക്കാർക്ക് ആ കൊടുക്കുന്ന എക്സ്പെൻസുകൾക്ക് 30%, 100% ഡിസലോവബിലിറ്റിയും 12% അല്ലെങ്കിൽ 18% പലിശയും 100%ഓളം പെനാൽറ്റിയും 276B സെക്ഷൻ പ്രകാരം പ്രോസിക്യൂഷൻ 3 മാസം മുതൽ 7 വർഷം വരയ്ക്ക് തടവ് കിട്ടാവുന്നതായ ശിക്ഷ കിട്ടാവുന്നതായ ഒരു പിഴവ് കൂടെയാണ് ഈ ടി ഡി എസ് ഡിഡക്ഷൻ ചെയ്യാതെ കണ്ടുവരുന്ന സിറ്റുവേഷൻസിൽ. പുതിയ ആക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ തത്തുല്യമായിട്ടുണ്ടാകുന്ന സെക്ഷൻസും പുതിയ പ്രൊവിഷൻസിൽ കാണാം. 398 സെക്ഷൻസിലാണ് ഈ പറയുന്ന അസസീൻ ഡിഫോൾട്ടിനെ പറ്റി പറയുന്നത്. 446 സെക്ഷനിൽ ഈ പറയുന്നതായ പെനാൽറ്റി, 476 ഈ പറയുന്നതായിട്ടുണ്ടാകുന്ന പ്രോസിക്യൂഷൻ തുടങ്ങിയിട്ടുണ്ടാകുന്ന എല്ലാ ശിക്ഷാ നടപടികളും 2025 ആക്ടിലും പ്രതിപാദിക്കുന്നുണ്ട്. ഈ പറയുന്നതായ ടി ഡി എസ് അറിയാതെ ഡിഡക്റ്റ് ചെയ്യാൻ വിട്ടുപോവുകയോ റെമിറ്റ് ചെയ്യാൻ വിട്ടുപോവുകയോ നോർമൽ റേറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിലേക്ക് ഡിഡക്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അസസീൻ ഡിഫോൾട്ട് ആവാതെ ഈ പറഞ്ഞ ഡിസലവൻസും ഇൻട്രസ്റ്റും പെനാൽറ്റിയും പ്രോസിക്യൂഷനും എല്ലാം ഒഴിവാക്കുന്നതിനുണ്ടാവുന്നതായ ഒരു ഫോമാണ് ഫോം 26A. ആ 26A തത്തുല്യമായിട്ടുണ്ടാകുന്ന പുതിയ ആക്ടിൻ്റെ പ്രൊവിഷൻ 149 എന്നാകുന്നു. ഈ 26A 149 ഫോം പ്രകാരം 3 കണ്ടീഷൻസിന് വിധേയമാകുമ്പോൾ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അസസീൻ ഡിഫോൾട്ടായിട്ട് മാറുന്നില്ല. കണ്ടീഷൻ നമ്പർ 1, നമ്മൾ ആരിൽ നിന്നാണോ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ആ വ്യക്തി ഈ വരുമാനം നമ്മളിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ആ വരുമാനം അദ്ദേഹത്തിന് ഇൻകം ടാക്സ് റിട്ടേൺസിൽ കാണിക്കുകയും ആ വരുമാനത്തിന് അനുസൃതമായിട്ടുണ്ടാകുന്ന നികുതി അദ്ദേഹം അടയ്ക്കുകയും ഈ നികുതി അദ്ദേഹത്തിന്റെ റിട്ടേണിൽ കാണിച്ചിട്ടുണ്ട്, അടച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ഫോം 26A അല്ലെങ്കിൽ 149 ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അസസീൻ ഡിഫോൾട്ട് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആവുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഈ അസസീൻ ഡിഫോൾട്ട് എന്ന് പറയുന്നതായിട്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് എല്ലാം നമുക്ക് തടയിടുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു ഫോം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ടി ഡി എസും ഡിഡക്റ്റ് ചെയ്യേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ പറയുന്ന രീതിയിൽ അബദ്ധവശാൽ ഡിഡക്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കോൺസിക്വൻസസിനും ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു ഷീൽഡായിട്ട് ഈ പറയുന്ന ഫോം 26A പുതിയ ആക്ട് പ്രകാരം 149 തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാകുന്ന 3 കണ്ടീഷൻസ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിൽ നിന്നും വരുമാനം വാങ്ങിയതായിട്ടുണ്ടാകുന്ന ആൾ അദ്ദേഹത്തിന്റെ വരുമാനത്തിലത് കാണിച്ചതിന്റെ നികുതി അടയ്ക്കണം. അതിന്റെ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓൺലൈനാണ് പ്രൊസീജിയർ. താങ്ക് യു.